ശിലയും ശലഭവും ഭാഗം 3 എഴുതിയത് സൂര്യകാന്തി. അടുക്കളയിലേക്ക് കിതച്ചെത്തിയ അന്നയുടെ ഭാവം കണ്ട് മരിയയും സിസിലിയും പണി നിർത്തി അവളെ തന്നെ നോക്കി. ഡേവിഡിന്റെ ആ തീക്ഷ്ണമായ നോട്ടം അന്നയെ അത്രമേൽ ഉലച്ചിരുന്നു. എന്നാടി കൊച്ചെ, മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നല്ലോ, കുഞ്ഞു വല്ലതും പറഞ്ഞോ നിന്നോട്? പാത്രം കഴുകുന്നതിനിടയിൽ ഔദച്ചെടത്തി ചോദിച്ചു. ഇല്ല, പോയിക്കോളാൻ പറഞ്ഞു. അന്ന കിതപ്പടക്കി പറഞ്ഞു. അത് തന്നെ ഭാഗ്യം. ദേവി കുഞ്ഞ് വല്ലതും പറയാൻ വായ തുറക്കുന്നത് തന്നെ വല്ലപ്പോഴുമാ. അതുപോട്ടെ, നീ ഇങ്ങ് വാ കൊച്ചേ, ഇനിയും ബാക്കി പാത്രങ്ങൾ കഴുകി ഒതുക്കാനുണ്ട്. ഔദച്ചേടത്തി അവളെ പണികളിലേക്ക് വലിച്ചിട്ടു. അന്ന പാത്രങ്ങൾ കഴുകാനായി സിങ്കിനടുത്തേക്ക് നീങ്ങുമ്പോഴാണ് വീടിന്റെ ഉൾഭാഗത്തെ ഹാളിൽ നിന്നും പെണ്ണുങ്ങളുടെ ചിരിയും വർത്തമാനം കേട്ടത്. അത് ഇവിടത്തെ കൊച്ചുങ്ങളാ, ഡേവിച്ചായന്റെ പെങ്ങന്മാരും അനിയനുമൊക്കെയാ. 2 പെങ്ങന്മാരുടെ കെട്ട് കഴിഞ്ഞതാ. അവർ ഇന്നലെ വിരുന്നിന് വന്നതാ. മരിയ അന്നയുടെ ചെവിയിൽ രഹസ്യം പറഞ്ഞു. അല്പസമയത്തിനകം അടുക്കളവാതിൽക്കൽ ആ പെൺപടകൾ പ്രത്യക്ഷപ്പെട്ടു. കല്ലൂർക്കാടൻ തറവാട്ടിലെ പ്രതാപം വിളിച്ചോതുന്ന വേഷപ്പകർച്ചകൾ. ഡേവിഡിന് മൊത്തം 7 സഹോദരങ്ങളാണ്. സ്വന്തം സഹോദരങ്ങളും അച്ഛന്റെ അനിയന്റെ മക്കളും ചേർന്ന്. ജോണിന്റെ മക്കൾ, അതായത് ഡേവിഡിന്റെ സ്വന്തം സഹോദരങ്ങൾ. എൽസ വിവാഹിതയാണ്. സണ്ണിയും സാറയും ലിയയും. സക്കറയുടെ മക്കൾ, അതായത് ഡേവിഡിന്റെ കസിൻസ്. റൂബി വിവാഹിതയാണ്. ആദവും മെറിനും. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ അണിഞ്ഞ് പ്രൗഢിയോടെയാണ് എൽസയും റൂബിയും നിൽക്കുന്നത്. സാറയും മെറിനും ലിയയും മോഡേൺ വേഷങ്ങളിലാണ്. ചേടത്തി, ആ പുതിയ ബാല്യക്കാരി വന്നൂന്ന് കേട്ടല്ലോ, എവിടെയാ അവള്? ഏറ്റവും മൂത്തവളായ എൽസയുടെ ശബ്ദത്തിൽ ഒരു ധാർഷ്ട്യത്തിന്റെ ചുവയുണ്ടായിരുന്നു. പാത്രം കഴുകിക്കൊണ്ടിരുന്ന അന്ന പതുക്കെ എഴുന്നേറ്റു നിന്നു. നനഞ്ഞ കൈകൾ പാവാടയിൽ തുടച്ച് അവൾ തല താഴ്ത്തി നിന്നു. എൽസയും സാറയും അവളെ അടിമുടി ഒന്ന് നോക്കി. ഇതാണോ ഔസേപ്പച്ചൻ തപ്പിയെടുത്ത പെങ്കൊച്ച്? കണ്ടാൽ ഒരു പാവം തോന്നുന്നുണ്ടല്ലോ. ചേടത്തി, ഇവളുടേത് അടുക്കളപ്പണി മാത്രമല്ല, മുകളിലെ മുറികൾ ഉൾപ്പെടെ വൃത്തിയാക്കുന്നതും ഡ്രസ്സുകൾ അലക്കി തേച്ചു വെക്കുന്നതുമൊക്കെ ഇവളുടെ ജോലികളിൽ പെടും. മരിയയ്ക്ക് ഒറ്റയ്ക്ക് ഇതിനൊന്നും പറ്റത്തില്ലല്ലോ, സാറ് പറഞ്ഞു. ലിയ മാത്രം ഒന്നും മിണ്ടാതെ അന്നയുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി നിന്നു. ആ മുഖം അവളിൽ നേരിയൊരു അനുകമ്പയുണ്ടാക്കി. ശരി കുഞ്ഞെ, ഞാൻ പറഞ്ഞോളാം, ഔദച്ചേടത്തി വിനയത്തോടെ മറുപടി നൽകി. അവർ പോയതോടെ അന്ന വീണ്ടും പാത്രങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്നാൽ അവളുടെ മനസ്സ് അപ്പോഴും അസ്വസ്ഥമായിരുന്നു. ഈ വലിയ മാളികയിലെ ഓരോ വ്യക്തിക്കും തന്നെ ഭരിക്കാൻ അവകാശമുണ്ടെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. ആ ഇളയ 2 പെങ്കൊച്ചുകൾ ഒഴികെ മറ്റേ 3 വല്ലാത്ത ജന്മങ്ങളാ. മനുഷ്യനൊരു സ്വൈര്യം തരത്തില്ല. അഹങ്കാരം വേറെയും. അതെങ്ങനെയാ? ഇവിടുത്തെ സാറ് അതുങ്ങളെ അത്രയ്ക്ക് അങ്ങ് തലയിലെടുത്ത് വെച്ചേക്കുമല്ലോ. മരിയ പിന്നെയും മന്ത്രിക്കുന്നുണ്ട്. ഈ ഡേവി സാർ എന്നാ കല്യാണം കഴിക്കാത്തെ? അന്നയുടെ ഉള്ളിൽ അന്നേരം തോന്നിയ സംശയം അതായിരുന്നു. അതൊരു വലിയ കഥയാ ചേച്ചി. നമ്മുടെ ഡേവി സാറിന് പണ്ടൊരു പ്രേമമുണ്ടായിരുന്നു. പാറേക്കാട്ടിൽ വറൈദാപ്പന്റെ കൊച്ചുമകളില്ലേ, കൊച്ചുമോള് ഇസബൽ. മരിയയുടെ വാക്കുകൾ കേട്ട് അന്ന ഞെട്ടി. ഇസബെല്ലിനെ ഈ നാട്ടിൽ ആർക്കാണ് അറിയാത്തത്? അതിസുന്ദരിയാണ് ഇസബൽ, ഒരു മാലാഖയെ പോലെ. പക്ഷെ ആ പെണ്ണിന്റെ കെട്ട് കഴിഞ്ഞതല്ലേ. ഇസബെല്ലിന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് അന്നയ്ക്കറിയാം. ആ കെട്ടങ്ങ് ഒഴിയുകയും ചെയ്തു. അന്ന വാ പൊത്തി ഒരു പകപ്പോടെ മരിയയെ നോക്കി. ഡേവിഡും ഇസബെല്ലും പിരിഞ്ഞത് എങ്ങനെയാവും? അവൾക്ക് ആകാംക്ഷയേറി. കല്ലൂർക്കാടന്മാർക്ക് ചേർന്ന പ്രമാണികളും കുടുംബ സുഹൃത്തുക്കളുമൊക്കെയാണ് പാറേക്കാട്ടുകാരും. കല്ലൂർക്കാടൻ ഡേവിഡ് അലക്സാണ്ടറിനോളം എല്ലാം കൊണ്ടും ഇസബെല്ലിന് ചേരുന്ന മറ്റൊരാൾ ഈ നാട്ടിൽ ഉണ്ടാവില്ല. ഇവരുടെ പ്രേമം അറിഞ്ഞ് ഇവിടുത്തെ വല്യപ്പച്ചൻ പാറേക്കാട്ടിൽ ചെന്ന് കെട്ടുറപ്പിച്ചത്രേ. അങ്ങേരും അവിടുത്തെ വറൈദപ്പാപ്പനും പണ്ടേയുള്ള ദോസ്തുക്കളല്ലയോ. എന്നിട്ട്
കുറെ കഴിഞ്ഞ് ഡേവി സാർ ജോലിയെന്നും പറഞ്ഞ് ബോംബെക്ക് പോയി. വല്യപ്പച്ചന് വയ്യാണ്ടായതിൽ പിന്നെ ഇവിടുത്തെ ബിസിനസ് എല്ലാം നോക്കി നടത്തിയത് ജോൺ സാർ ആയിരുന്നു, ഡേവി സാറിന്റെ പപ്പ. അനിയൻ സക്കറിയയും കൂടെ ഉണ്ടായിരുന്നെങ്കിലും ആൾക്ക് ബിസിനസ് കാര്യങ്ങളിൽ വലിയ പിടിപാടൊന്നുമില്ല. മരിയയൊന്ന് നിർത്തി അന്നയെ നോക്കി. ആള് നല്ലൊരു കഥ പറച്ചിലുകാരിയാണ്. വേണ്ടയിടത്ത് കുത്തും കോമയുമൊക്കെ ആവശ്യത്തിനിട്ടോളും. രണ്ടാളും സംസാരിക്കുന്നുണ്ടെങ്കിലും ജോലിയിൽ വേഗക്കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഔദയും സിസിലിയും അവരെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്നൊരു വാഹനാപകടത്തിൽ ജോൺ സാർ മരിച്ചതോടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലുമായി. തറവാട് പോലും കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലാ വല്യപ്പച്ചൻ കൊച്ചുമോനെ തിരികെ വിളിക്കുന്നത്. ഇതൊക്കെ മരിയ നേരത്തെ പറഞ്ഞതാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അന്നയ്ക്കും കേട്ടുകേൾവിയുണ്ട്. കല്ലൂർക്കാടന്മാർ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായെന്ന വാർത്ത നാട്ടിൽ പരന്നു. അതോടെ പാറേക്കാട്ടുകാര് വാക്കുമാറ്റി. അവർ ഇസബെല്ലിനെ പുത്തൻ പണക്കാരനായ കുന്നേൽ മാത്തച്ഛന്റെ മോൻ സിംഗപ്പൂരുകാരനായ സിബിക്ക് കെട്ടിച്ചു കൊടുത്തു. അതാണോ ഡേവിഡ് സാർ വേറെ കെട്ടാത്തത്? മരിയ ചിരിച്ചു. അങ്ങനെ ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല ചേച്ചി. ഇവരുടെ ബിസിനസ്സൊക്കെ ഇന്നീ കാണുന്ന നിലയിൽ എത്തിയത് ഡേവിഡ് സാർ ഒരൊറ്റയാളുടെ അധ്വാനം കൊണ്ടാ. കച്ചവടമല്ലാതെ അവന്റെ മനസ്സിൽ മറ്റൊന്നുമില്ലെന്ന് വല്യമ്മച്ചി ഇടയ്ക്കിടെ പറയുന്നത് കേൾക്കാം. എന്നായാലും മൂപ്പരിനി കെട്ടുന്നില്ലെന്ന് പറഞ്ഞു നിൽപ്പാ. മരിയ ഒന്നൂടെ അന്നയ്ക്ക് അരികിലേക്ക് നീങ്ങി നിന്നു. പെങ്ങന്മാരെയൊക്കെ തലയിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അങ്ങേരുടെ മുഖത്തു നോക്കി ഒരു കാര്യം തറപ്പിച്ചങ്ങ് പറയാൻ ഇവിടെ വല്യമ്മച്ചിക്കല്ലാതെ ആർക്കുമില്ല ധൈര്യം. രഹസ്യം പോലെയാണ് മരിയ അത് പറഞ്ഞത്. ഇസബൽ കെട്ടുകഴിഞ്ഞ് അവര് സിംഗപ്പൂരിലായിരുന്നു. 3-4 കൊല്ലം കഴിഞ്ഞ് സിബിയെ വേണ്ടെന്നും പറഞ്ഞ് ഇസബൽ തിരിച്ചിങ്ങു പോന്നു. എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും ഇസബൽ എനിക്കിത് വേണ്ടെന്ന് കൊള്ളിയൊടിച്ചിട്ട് കളഞ്ഞു. സ്നേഹിച്ച് പിരിഞ്ഞു പോകേണ്ടി വന്നവർ. അന്നയ്ക്കെന്തോ പാവം തോന്നി. തിരിച്ചു വന്ന കാലം മുതൽ അവൾ വീണ്ടും ഡേവി സാറിന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ നോക്കുന്നുണ്ട്. മരിയ രഹസ്യം പോലെ പറഞ്ഞു. ഇവിടെ വരാറൊക്കെയുണ്ട്. ഇവിടുത്തെ എൽസ ചേച്ചിയുടെ വലിയ കൂട്ടുകാരിയുമാ. മാത്രവുമല്ല അവരുടെ ബന്ധത്തിലോട്ടാ എൽസ ചേച്ചി കെട്ടിക്കേറി ചെന്നേക്കുന്നത്. പ്രേമിച്ചതായിരുന്നു. ഡേവി സാറിന് ആ കെട്ട് നടത്താൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പുന്നാര പെങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി കൊടുത്തതാ. അതും പറഞ്ഞ് അരിഞ്ഞുവെച്ച പച്ചക്കറികളുമെടുത്ത് മരിയ നടന്നു. അന്നേരം അകത്തെ മുറിയിൽ നിന്നും സൂസന്ന വല്യമ്മച്ചിയുടെ വിളി കേട്ടു. അന്നേ, ആ കൊച്ചെവിടെ? ഒന്ന് ഇങ്ങോട്ട് വന്നേ കൊച്ചേ. അന്ന അമ്പരന്നു. വല്യമ്മച്ചി തന്നെ പേരെടുത്ത് വിളിക്കുന്നു. അവൾ ഭയത്തോടെ ഔദച്ചേടത്തിയെ നോക്കി. പേടിക്കണ്ട കൊച്ചേ, വല്യമ്മച്ചി നല്ലയാളാ, നീ ചെന്നു നോക്ക്. ഔദച്ചേടത്തി പ്രോത്സാഹിപ്പിച്ചു. അന്ന പതുക്കെ അകത്തെ വിശാലമായ ഹാളിലേക്ക് നടന്നു. അവിടെ വലിയൊരു സോഫയിൽ ചാരിയിരുന്ന് സ്വർണ കൊന്തമാലയിൽ വിരലുകൾ തഴുകുകയായിരുന്നു സൂസന്ന വല്യമ്മച്ചി. അന്നയെ കണ്ടതും അവർ ഒന്ന് പുഞ്ചിരിച്ചു. ഇങ്ങടുത്തു വാ കൊച്ചേ, വല്യമ്മച്ചി വിളിച്ചു. അന്ന അടുത്തേക്ക് ചെന്നു. വല്യമ്മച്ചി അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. ആ സ്പർശനത്തിൽ ഒരു വാത്സല്യമുണ്ടായിരുന്നു. നീ ഇവിടെ പണിയെടുക്കാൻ മാത്രമല്ല നിൽക്കേണ്ടത്. എന്റെ കൂടെ പ്രാർത്ഥിക്കാനും എനിക്ക് മരുന്നുകൾ എടുത്തു തരാനും ഒരു സഹായിയായി നീ വേണം. വല്യമ്മച്ചിയുടെ ആ വാക്കുകളിൽ അന്നയുടെ കണ്ണുകൾ പുകഞ്ഞു. തന്റെ അനാഥത്വം അവൾ അവിടെ തിരിച്ചറിയുകയായിരുന്നു. കൊച്ചേ, കിടക്കുന്നതിന് മുന്നേ ഡേവി കുഞ്ഞിന്റെ മുറിയിൽ കുടിക്കാനുള്ള വെള്ളം എടുത്തു വെച്ചേക്കണം. ഉറങ്ങാൻ നേരത്ത് കുഞ്ഞിനത് നിർബന്ധമാ. രാത്രി അടുക്കളയിലെ പണികൾ ഒതുക്കുന്നതിനിടയിൽ ഔദച്ചേടത്തി നൽകിയ നിർദ്ദേശമായിരുന്നു അത്. സിസിലിയും മരിയയും സന്ധ്യയ്ക്ക് അവരുടെ വീട്ടിലേക്ക് പോയി. കയ്യിൽ വെള്ളി നിറമുള്ള ഒരു ജഗ്ഗും ഗ്ലാസുമായി അന്ന മുകളിലെ നിലയിലേക്ക് നടന്നു. ചുവരിലെ ആ പഴയ വലിയ ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം അവളുടെ ഹൃദയമിടിപ്പിനൊപ്പം താളമിട്ടു. മുകളിലെ ഇടനാഴിയുടെ അറ്റത്തുള്ള വലിയ ഇരട്ടവാതിൽ, അതായിരുന്നു ഡേവിഡിന്റെ മുറി. ഭയത്തോടെയാണ് അന്ന ആ വാതിൽ മെല്ലെ തള്ളി തുറന്നത്.
മുറിക്കുള്ളിൽ വെളിച്ചമില്ലായിരുന്നു. പുറത്തെ നിലാവെളിച്ചം ജനാലയിലൂടെ അകത്തേക്ക് വീണുകിടന്നു. ഗന്ധതൈലത്തിന്റെയും നേർത്ത സിഗരറ്റ് പുകയുടെയും മണം ആ മുറിയിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രൗഢമായ ഒരു വലിയ തേക്ക് കട്ടിലും വശങ്ങളിൽ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളും ആ അരണ്ട വെളിച്ചത്തിൽ അന്നയുടെ കണ്ണിൽപ്പെട്ടു. അവൾ ശബ്ദമുണ്ടാക്കാതെ മേശയ്ക്കരികിലെത്തി വിറയ്ക്കുന്ന കൈകളോടെ വെള്ളം അതിലേക്ക് വെച്ചു. തിരികെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് ജനാലയ്ക്കൽ ഒരു നിഴൽ അനങ്ങുന്നത് അന്ന കണ്ടത്. ഭയം കൊണ്ട് അന്നയുടെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. അവിടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി കയ്യിലൊരു ഗ്ലാസുമായി ഡേവിഡ് നിൽപ്പുണ്ടായിരുന്നു.